everyone, welcome to POSCO Campus Vision. I am Amrita TS, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Hi all, welcome to the 13th lecture of Company Administration. Here in this session, I am going to deal with the documents to be submitted to the Registrar of Companies for registration or incorporation. Section 7 of the Companies Act 2013 states that to incorporate a company, the subscriber has to file the following company registration papers with the registrar within whose jurisdiction the location of the registered office of the proposed company falls. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 7 പ്രകാരം ഏത് രജിസ്ട്രാറുടെ അധികാര പരിധിക്ക് കീഴിലാണോ നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത്, അദ്ദേഹത്തിന് മുൻപാകെ കമ്പനിയുടെ അധികാരികൾ കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് രേഖകൾ, അതായത് ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണിത്. Filing of company registration papers with the registrar. First one is the memorandum and articles of the company. All subscribers have to sign on the memorandum. Then who are all the subscribers? Subscribers are the person who subscribe the shares of the company when the company is incorporated. They are the first shareholders of the company. രജിസ്ട്രാർക്ക് മുന്നിൽ നമ്മൾ ആദ്യമായിട്ട് ഫയൽ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയുടെ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. മെമ്മോറാണ്ടത്തിനകത്ത് നമ്മുടെ കമ്പനിയുടെ പേര്, രജിസ്ട്രാർഡ് ഓഫീസ്, ഒബ്ജക്റ്റ് എന്താണ്, ലയബിലിറ്റി എങ്ങനെയാണ്, നമ്മൾ ഏത് രീതിയിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കമ്പനിയുടെ അധികാരികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ആർട്ടിക്കിൾസിനകത്തായിരിക്കും. എന്തായാലും രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതിനകത്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുള്ള ആരാണോ അവരെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അവരായിരിക്കും നമ്മുടെ കമ്പനിയുടെ ആദ്യത്തെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. Second one is the person who is engaged in the formation of the company has to give a declaration regarding compliance of all the requirements and rules of the Act. A person named in the articles also have to sign the declaration. അടുത്തതായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഡിക്ലറേഷനാണ്. കമ്പനി ഫോർമേഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാൾ, അത് പ്രൊമോട്ടർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും കമ്പനീസ് ആക്ട് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അതിനകത്ത് കമ്പനിയുടെ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അദ്ദേഹവും ഈ ഡിക്ലറേഷനകത്ത് സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഡിക്ലറേഷനാണ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരമാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് ഉള്ളൊരു ഡിക്ലറേഷൻ. നെക്സ്റ്റ് ഇസ് each subscribers to the memorandum and individuals named as first director in the articles should submit an affidavit with the following details. Declaration regarding non-conviction of any offence with respect to the formation, promotion or management of any company. He has not been found guilty of fraud or any breach of duty to any company in the last 5 years. Next is the documents filed with the registrar are complete and true to the best of his knowledge. അടുത്തതായിട്ട് നമ്മൾ രജിസ്ട്രാർക്ക് മുമ്പ് ഫയൽ ചെയ്യേണ്ടത് ഒരു സത്യവാങ്മൂലമാണ്. അത് ആരാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോറാണ്ടത്തിൽ പേര് ചേർത്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന നിലയ്ക്ക് പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളുമാണ് ഈ സത്യവാങ്മൂലം നൽകേണ്ടത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഫോർമേഷൻ ആൻഡ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ലെന്നും കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വെച്ച് ഒരു കമ്പനിയിലും ഒരു കുറ്റകൃത്യവും ഒരു വഞ്ചനയും ഒരു ഡ്യൂട്ടി ലംഘനവും നടത്തിയിട്ടില്ലെന്നും അതുപോലെ തന്നെ രജിസ്ട്രാർക്ക് മുൻപാകെ ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സത്യസന്ധമാണെന്നും അതിനകത്ത് പറഞ്ഞിരിക്കണം, സത്യവാങ്മൂലത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം.
അപ്പോൾ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സും ഫസ്റ്റ് ഡയറക്ടേഴ്സുമാണ് ഈ പറയുന്ന സത്യവാങ്മൂലം നൽകേണ്ടത്. അവരെന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഫോർമേഷൻ സമയത്ത് യാതൊരുവിധ കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടില്ലെന്നും 5 വർഷത്തിനിടയ്ക്ക് വെച്ച് ഒരു കമ്പനിയിലും ഒരു രീതിയിലുള്ള കുറ്റകൃത്യങ്ങളോ വഞ്ചനയോ അല്ലെങ്കിൽ ഡ്യൂട്ടി ലംഘനങ്ങളോ നടത്തിയിട്ടില്ലെന്നും നമ്മുടെ രജിസ്ട്രാറിന് മുൻപാകെ ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സത്യസന്ധമാണെന്നും ഉള്ള ഒരു സത്യവാങ്മൂലം രജിസ്ട്രാർക്ക് മുമ്പേ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് address for correspondence until the registered office is set up. And if the subscriber to the memorandum is an individual, then he needs to provide his full name, residential address and nationality along with a proof of identity. If the subscriber is a body corporate, then prescribed documents need to be provided. അടുത്തതായിട്ട് നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ടത് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് സെറ്റപ്പ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുവരെ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള അഡ്രസ്സ്, അത് കഴിഞ്ഞ് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് പറഞ്ഞിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. ഒന്നാമത്തേത് അവരുടെ പേരെന്ന് പറയുമ്പോഴത്തേക്കും സർനെയിമും ഫാമിലി നെയിമും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ റീസെൻ്റായിട്ട് എടുത്തൊരു ഫോട്ടോഗ്രാഫ്. രണ്ടാമത്തേത് അവരുടെ ഫാദർ അല്ലെങ്കിൽ മദേഴ്സ് നെയിം. മൂന്നാമത്തേത് നാഷണാലിറ്റി. നാലാമത്തേത് ഡേറ്റ് ഓഫ് ബർത്ത്. അഞ്ചാമത്തേത് പ്ലേസ് ഓഫ് ബർത്ത്. ആറാമത്തേത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഏഴാമത്തേത് ഒക്കുപ്പേഷൻ. എട്ടാമത്തേത് ഇൻകം ടാക്സ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. അടുത്തത് പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സ്. അടുത്തത് ഇമെയിൽ അഡ്രസ്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അതുപോലെ തന്നെ ഫോൺ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്, ഫാക്സ് നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ നാഷണൽ ആണെന്നുണ്ടെങ്കിൽ പാൻ കാർഡോ വോട്ടേഴ്സ് ID കാർഡോ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയോ അല്ലെങ്കിൽ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോ നമുക്ക് ID പ്രൂഫായിട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഒരു ഫോറിൻ നാഷണൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ID പ്രൂഫായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇനി ഈ പറയുന്ന സബ്സ്ക്രൈബർ ഓൾറെഡി ഒരു ഡയറക്ടറാണ് അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടറാണ്, ഒരു കമ്പനിയുടെ പ്രൊമോട്ടറാണെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയാണ് നെയിം ഓഫ് ദി കമ്പനി, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, അയാളൊരു ഡയറക്ടറാണോ അല്ലെങ്കിൽ പ്രൊമോട്ടറാണോ എന്ന് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി അഥവാ ഈ സബ്സ്ക്രൈബർ ഒരു കമ്പനി ആണെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. അതായത് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഓഫ് ദി കമ്പനി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദി ബോഡി കോർപ്പറേറ്റ്, നെയിം ഓഫ് ദി ബോഡി കോർപ്പറേറ്റ്, രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ് ഓർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഇമെയിൽ ID. ഇനി അഥവാ ഈ പറയുന്ന സബ്സ്ക്രൈബർ ഒരു ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ദ കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി ഫോറിൻ ബോഡി കോർപ്പറേറ്റ്, അതുപോലെ തന്നെ ദി രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മുടെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബർ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. എന്തൊക്കെയാണ് അത്? നെയിം, ഫാദേഴ്സ് ഓർ മദേഴ്സ് നെയിം, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഒക്കുപ്പേഷൻ, income tax permanent account number, present or permanent residential address, email ID of subscriber, phone number of subscriber, fax number of subscribers. അതുപോലെ തന്നെ ID പ്രൂഫ്. ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ നാഷണൽ ആണെന്നുണ്ടെങ്കിൽ പാൻ കാർഡോ വോട്ടേഴ്സ് ID കാർഡോ പാസ്പോർട്ട് കോപ്പിയോ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയോ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോ നമുക്ക് ID പ്രൂഫായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നമുക്ക് ID പ്രൂഫായിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കോർപ്പറേറ്റ് ബോഡി ആണെന്നുണ്ടെങ്കിൽ, കോർപ്പറേറ്റ് ബോഡി അല്ല, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടറോ പ്രൊമോട്ടറോ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം? നെയിം ഓഫ് ദി കമ്പനി, ഏത് കമ്പനിയിലാണ് അയാൾ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊമോട്ടറായിട്ട് ഇരിക്കുന്നത്, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ആ കമ്പനിയുടെ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ, ആരാണ്, ഡയറക്ടറാണോ പ്രൊമോട്ടറാണോ എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിരിക്കണം. അടുത്തത് ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ ഓഫ് ദി കമ്പനി ഓർ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദി കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ നെയിം ഓഫ് ദി ബോഡി കോർപ്പറേറ്റ്, രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ് ഓർ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ഇമെയിൽ ID.
ഇനി നമ്മുടെ കമ്പനി ഒരു സബ്സ്ക്രൈബർ എന്ന് നമ്മുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ സബ്സ്ക്രൈബർ ഒരു ഫോറിൻ ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ ദ കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി ഫോറിൻ ബോഡി കോർപ്പറേറ്റ് ആൻഡ് ദി രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. Next is the individuals mentioned as first directors of the company in the articles must provide particulars of interest in other firms or body corporate along with their consent to act as directors of the company as per the prescribed form and manner. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആ കമ്പനിയിൽ മാത്രമായിരിക്കത്തില്ല ഡയറക്ടർ, അയാൾക്ക് ഒന്നിൽ കൂടുതൽ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഫസ്റ്റ് ഡയറക്ടറായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ആൾ മറ്റേതെങ്കിലും കമ്പനിയിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയിലാണ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്, എന്തെല്ലാം ചുമതലകളാണ് വഹിക്കുന്നത്, നമ്മുടെ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കാനായിട്ടുള്ള കൺസെൻറ്റ്, എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. ഈ സെക്ഷനിൽ നമ്മൾ സെക്ഷൻ 7 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർക്ക് മുൻപാകെ സമർപ്പിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് പഠിച്ചത്. ഒന്നാമത്തത് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. രണ്ടാമത്തത് കമ്പനിയുടെ അധികാരികൾ കമ്പനി ഫോർമേഷൻ്റെ സമയത്ത് എല്ലാം ചെയ്തിരിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ളൊരു ഡിക്ലറേഷൻ. മൂന്നാമത് കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സും കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സത്യവാങ്മൂലമാണ്. അതായത് അവർ യാതൊരു രീതിയിലുള്ള ഫ്രോഡോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡ്യൂട്ടി ലംഘനങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും സത്യസന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സത്യവാങ്മൂലം അവർ സബ്മിറ്റ് ചെയ്യണം. നാലാമതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ്. അഞ്ചാമതായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സ് മറ്റേതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ചുമതലകൾ വഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ഇതെല്ലാം പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. Okay students, thank you for listening this session. Post the assignment as early as possible. Stay safe at home.